വേദനിക്കില്ല ഞാൻ ജീവിതം തന്നൊരു നോവുകളൊത്തൊരു നാളും. വേദനിക്കില്ല ഞാൻ ജീവിതം തന്നൊരു നോവുകളൊത്തൊരു നാളും. ഏറിടും വിശ്വാസമേകിടും മൊഴികളിൽ ആലംബമാകുന്നുവെന്നും. ചുറ്റും നിറയുന്ന ദിവ്യ പ്രകാശമി കരുണയാൽ എന്നെ പുണരൂ. ചുറ്റും നിറയുന്ന ദിവ്യ പ്രകാശമി കരുണയാൽ എന്നെ പുണരൂ. കാറ്റായി വന്ന് കവിളിൽ തലോടി നിന്നാശ്വാസവചനം ചൊരിയൂ. വിശ്വം ചലിക്കും നിന്റെ കൈക്കുമ്പിളിൽ വിസ്മയ തേജസ്സിനുള്ളിൽ. വിശ്വം ചലിക്കും നിന്റെ കൈക്കുമ്പിളിൽ വിസ്മയ തേജസ്സിനുള്ളിൽ. അലിച്ചിടുന്നെൻ്റെ വേദനയെല്ലാം സർവശക്തന്റെ മുന്നിൽ. അലിച്ചിടുന്നെൻ്റെ വേദനയെല്ലാം സർവശക്തന്റെ മുന്നിൽ. സത്യധർമ്മങ്ങൾ വീഴ്ചകൾ തീർക്കുന്ന ചിന്തകളാവട്ടെ. സത്യധർമ്മങ്ങൾ വീഴ്ചകൾ തീർക്കുന്ന ചിന്തകളാവട്ടെ. സൗഖ്യമായെത്തും പ്രപഞ്ച ചൈതന്യം നിൻ മുന്നിലെൻ്റെ പ്രണാമം. നിൻ മുന്നിലെൻ്റെ പ്രണാമം. നിൻ മുന്നിലെൻ്റെ പ്രണാമം. സാന്ത്വന സമന്വയം 2023 ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ആൽഫ ഹോസ്പീസ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു പാനിക്കുളത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആൽഫ ഹോസ്പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഭാവി നമ്മളെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിവരണം ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും കണ്ടു. ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ചെറിയ സ്ഥലമായ ഇടമുട്ടം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീമാൻ KM നൂറുദ്ദീൻ അവർകളാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് വന്നു ചേർന്നിട്ടുള്ള ആൽഫയുടെ സുഹൃത്തുക്കളായ നിങ്ങളെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് വിളിച്ച് സ്വാഗതം ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയൊരു ഗാനവിരുന്ന് ആസ്വദിക്കാൻ വന്ന് നിങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ പാതകമായിരിക്കും. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ആദ്യം അല്പം ചില ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്പം ചിലരെയും എല്ലാറ്റിനുപരിയായി നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമേ തന്നെ നമ്മുടെ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെയും ആൽഫ ഹോസ്പീസിൻ്റെയും എല്ലാറ്റിൻ്റെയും ഉപജ്ഞാതാവായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ KM നൂറുദ്ദീൻ അവർകളെയാണ് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയൊരു വിഷണറിയാണ്,
കൂട്ടത്തിലൊരു മിഷണറിയുമാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നിന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ചെറിയ വാക്കുകളിൽ അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥികളായി നമ്മൾ ഒരുപാട് പേരെയൊക്കെ ക്ഷണിച്ചിരുന്നു. എങ്കിലും ജോലി തിരക്ക് മൂലം ജില്ലാ കളക്ടറെ വിളിച്ചിട്ടുണ്ട്, പോലീസ് ചീഫിനെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ വരില്ലായിരിക്കാം. എന്നിരുന്നാലും അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൂടെ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 5 ട്രസ്റ്റിമാരാണ് ഉള്ളത്. മുഖ്യ ട്രസ്റ്റി നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീമാൻ നൂർദീൻ അവർകൾ തന്നെ. കൂടാതെ ഉള്ള മറ്റ് ട്രസ്റ്റികളിൽ ശ്രീ രവി കണ്ണമ്പള്ളി. അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൽഫയെ അതിൻ്റെ ശരിയായ ദിശയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന ഒരാളാണ് ശ്രീ രവി കണ്ണമ്പള്ളി. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ട്രസ്റ്റിയായ ശ്രീമതി സുമ വേളക്കാട്ട്, എനിക്കൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. സോറി ഞാൻ കുറേയൊക്കെ നോക്കിയെങ്കിലും വയസ്സ് എനിക്കും അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം കണ്ണിൽപ്പെടാതെ പോയത്. എന്നിരുന്നാലും സുമ മാഡത്തിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മുടെ ഒരു ട്രസ്റ്റിയാണ്. 3 ട്രസ്റ്റിമാർ ഇപ്പോൾ ഇവിടെ ഉണ്ട് 5 പേരിൽ. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ദുബായ് കൗൺസിലിലെ ആൽഫ ദുബായ് കൗൺസിലിലെ ട്രഷറർ ശ്രീ ഹരിദാസ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ അവസരത്തിൽ ഞാനിവിടെ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സ്പോൺസർമാരിൽ ഒരുപാട് പേര്, വളരെയധികം സ്പോൺസർമാരുണ്ട്. എന്നിരുന്നാലും എല്ലാവരെയും സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പേരെടുത്ത് പറഞ്ഞ്. എന്നിരുന്നാലും അതിൽ കുറച്ച് പേരെ എങ്കിലും സ്വാഗതം ചെയ്തില്ലെങ്കിൽ അത് ഞാൻ അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്നുള്ള തോന്നലുള്ളതിനാൽ ഞാൻ അവരെ ലിസ്റ്റായിട്ട് വായിക്കുന്നു. കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പേരൊന്നും വന്നിട്ടില്ല. റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു, വന്നിട്ടുണ്ടായിരിക്കാം. എനിക്കത് സമയം കിട്ടാത്തതുകൊണ്ട് അവരുടെ മുഴുവൻ പേര് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ കെ മോഹൻദാസ് നമ്മുടെ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ MD ആണ്. TS കല്യാണരാമൻ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കല്യാൺ ജ്വല്ലറിയുടെ. പിന്നെ ജോയ ലുക്കാസ്, മണപ്പുറം ഗ്രൂപ്പ്, ബ്രോൺ മാൾ, ഇവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നമ്മുടെ രാധിക മോട്ടോഴ്സിൻ്റെ MD ശ്രീ മനോജ് കുറുപ്പ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഫാമിലിയുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും, ഇതുകൂടാതെ നമ്മുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായ VJ തോംസൺ, രഞ്ജൻ, നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ. ഞാൻ കൂടുതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഒന്നിച്ച് പറയുന്നത്. കാരണം നീണ്ട ഒരു സ്വാഗത പ്രസംഗം നിങ്ങൾക്കും ബോറാണ്, എല്ലാവർക്കും ബോറാണ്. നമ്മുടെ വലിയ ഗാനമേള വിരുന്ന് ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായ VJ തോംസൺ, രഞ്ജൻ എന്നിവരും, നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ശ്രീ OS വർഗീസ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ, നമ്മുടെ ഹോസ്പീസ് സെക്രട്ടറി റഷീദ് ആതിര, ഹോസ്പീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി റഷീദ് ആതിര, ഹോസ്പീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ട്രഷറർ എൽസമ്മ ജോൺസൺ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരാളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്.
അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 നമ്മളല്ല, ശ്രീമാൻ നൂറുദ്ദീൻ അവർകൾ ആദ്യമായിട്ട് ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ സഹായിക്കാനായിട്ടുള്ള ഒരു സ്കീം എന്തെങ്കിലും വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സ്കീമുണ്ടാക്കി. ആ സ്കീമിലെ ആദ്യത്തെ ബെനിഫിഷ്യറിയാണ് അംബുജാക്ഷി അമ്മ. അവരെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അവരായിരിക്കും ഇന്ന് നമ്മുടെ ഈ ആദ്യത്തെ തിരി കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്, ഫസ്റ്റ് ബെനിഫിഷ്യറി ഓഫ് ദിസ്. അത് കഴിഞ്ഞ് 2005 ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതൊക്കെ. അവിടെ നിന്നുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ടീവ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആൽഫ ഹോസ്പീസിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ വിവരിച്ച പോലെ 85.4 കോടി രൂപ ചെലവിൽ നമ്മൾ ഇടമുട്ടത്ത് പണി കഴിപ്പിക്കുന്ന ഹോസ്പീസ് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പീസ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിന് സർവേശ്വരൻ നമ്മൾ എല്ലാം ഇടവരുത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക, സാമൂഹ്യ, ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങളെല്ലാം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ നൂറുദ്ദീൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിമാരായ ശ്രീ രവി കണ്ണമ്പിള്ളിൽ, സുമ വേളക്കാട്, രവിയുടെ ഭാര്യ രജനി, ജ്യേഷ്ഠന് തുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കിട്ടു സാർ, അതേപോലെ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇവിടെ എൻ്റെ സഹപ്രവർത്തകൻ ബാബു പാനിക്കുളം പറയുകയുണ്ടായി. അംബുജാക്ഷിയമ്മ എവിടെയും കാണുന്നില്ലല്ലോ. അംബുജാക്ഷിയമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നിലോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാദൃശ്ചിക കാരണങ്ങൾ കൊണ്ടാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപവൽക്കരിക്കപ്പെട്ടത്. ഇടമുട്ടം പാലപ്പെട്ടിയിലെ കുഞ്ഞക്കൻ ചേട്ടൻ്റെ മരണം ആ കുടുംബത്തിലുണ്ടാക്കിയ ആഘാതം, അത് മരണമായിരുന്നില്ല, ആത്മഹത്യയായിരുന്നു. മൂത്തമകൻ രാധാകൃഷ്ണൻ ശരീരത്തിന് തളർച്ച ബാധിച്ച് അംബുജാക്ഷി അമ്മ എടുത്തുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു. എടുക്കാൻ പറ്റാത്ത സമയം വന്നതോടുകൂടിയിട്ട് രാധാകൃഷ്ണൻ്റെ വിദ്യാഭ്യാസം അടച്ചു നിന്നു. 18 വയസ്സിൽ എല്ലാ ആൺകുട്ടികളും പ്രായപൂർത്തിയാകുന്ന സമയത്ത് രാധാകൃഷ്ണൻ ഈ ലോകം വിട്ടുപോയി. പിന്നെ ജനിച്ച 2 പെൺകുട്ടികളും ഏകദേശം ആരോഗ്യമുള്ളവരായിരുന്നെങ്കിൽ തന്നെയും വിജയലക്ഷ്മി ജനിക്കുമ്പോൾ കാലുകൾ വളരെ ശോഷിച്ചതായിരുന്നു. നമുക്ക് സാധിക്കുന്നുണ്ട്, അത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മൾ. പക്ഷേ വിജയലക്ഷ്മിക്ക് ഇരിക്കാൻ കഴിയില്ലായിരുന്നു. ചുമരിൽ ചാരി ഇരിക്കുന്നതായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വിജയലക്ഷ്മി കാണുന്നത്. വിജയലക്ഷ്മി ഇതുപോലെ തന്നെ അംബുജാക്ഷി അമ്മ എടുത്തുകൊണ്ട് പോയി അക്ഷരാഭ്യാസം പഠിച്ചുകൊണ്ട് പുസ്തകങ്ങളും വാരികകളും വായിച്ചാണ് വിജയലക്ഷ്മി ജീവിതം ചെലവാക്കിയിരുന്നത്. പിന്നെ ഉണ്ടായ ഷീജയ്ക്കും ഒരു സമയം വന്നപ്പോൾ തളർച്ച നേരിടുകയും
അതിൻ്റെ ആ വിഷമത്തിൽ ഭാര്യ അംബുജാക്ഷി അമ്മ യൂട്രസ് ഓപ്പറേഷന് ആസ്പത്രിയിലായിരിക്കെ കടപൂട്ടി വന്നപ്പോൾ വരുന്ന വഴിക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അംബുജാക്ഷി അമ്മയ്ക്ക് എളുപ്പമുള്ള പണി വിജയലക്ഷ്മിയും ഷീജയും എടുത്തുകൊണ്ട് അതേ കുളത്തിലേക്കോ മറ്റൊരു കുളത്തിലേക്കോ ചാടി മരിക്കലായിരുന്നു എളുപ്പം. പക്ഷേ അതിന് നിൽക്കാതെ ജീവിതത്തെ നേരിടാൻ അംബുജാക്ഷി അമ്മ തീരുമാനിച്ചു. അപ്പം അതിന് കൈത്താങ്ങാകേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. എൻ്റെ കസിൻ 2 പേര് കെ സേതു ആൻഡ് കെ.എ. സേതു, കെ.എ. സേതുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ സഹായത്തോടു കൂടി പ്രതിമാസ പെൻഷൻ അംബുജാക്ഷി നൽകാനും ആരംഭിച്ചു. പിന്നീടാണ് ഇത് നോക്കുമ്പോൾ അംബുജാക്ഷി മാത്രമല്ല, അതേപോലുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പെൻഷനാക്കി മാറ്റി. അതിനൊരു സംഘടനാ രൂപം നൽകാൻ വേണ്ടിയാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത്. 94 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടത്. അതിന് കാരണക്കാരിയായ അംബുജാക്ഷി അമ്മയ്ക്ക് നമ്മളെന്ത് സ്നേഹം കൊടുക്കുകയാണ്. പിന്നെയാണ് അത് 94 കഴിഞ്ഞ് 2004 നമ്മൾ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. 2004 ഓഗസ്റ്റ് 15-ാം തീയതി നമുക്കെല്ലാം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതി അന്ന് പെൻഷനിലുണ്ടായിരുന്ന 490 കുടുംബങ്ങളെ ഇടമുട്ടം പാലപ്പെട്ടിയിലുള്ള ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ഓരോരുത്തരുമായിട്ട് കാണുകയും അവരുടെ കാര്യങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്തപ്പോൾ പാലിയേറ്റീവ് കെയറാണ് ഇതിൽ മിക്കവാറും ആളുകൾക്ക് വേണ്ടി വരുന്നത് എന്ന് അതിനേക്കാൾ മുമ്പ് തന്നെ 95 മുതൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമായിട്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന എനിക്ക് അത് മനസ്സിലാവുകയും അങ്ങനെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ 50% ക്യാൻസർ പേഷ്യൻസിൻ്റെ ആയിരുന്നില്ല ഭൂരിപക്ഷവും ആദ്യം മുതൽ തന്നെ. ഇന്നും അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ 23% ക്യാൻസർ പേഷ്യൻസ്. പലപ്പോഴും ഹോസ്പീസ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇംഗ്ലണ്ടിൽ നിന്നും മറ്റും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വഴിക്കാണ്. അവിടെ ഹോസ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറൊക്കെ ഇപ്പോൾ ആൽഫ തന്നെ മുൻകൈ എടുത്ത് ഭുവനേശ്വരിലല്ല കട്ടക്ക് ഒറീസയിൽ ഞാനും ഡോക്ടർ ജോസും എല്ലാം നമ്മൾ സംഘടിപ്പിച്ചതാണ്. ആൽഫ സംഘടിപ്പിച്ചാണ് ഒരു വർക്ക്ഷോപ്പ്. അവിടുത്തെ RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വെച്ച് അവിടുത്തെ പ്രൊഫസർ സുമിത എന്താണ് ഹോസ്പീസ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. പറഞ്ഞത് ക്യാൻസർ പേഷ്യൻസ് അവസാനത്തെ 6 മാസം ചിലവഴിക്കുന്ന സ്ഥലം ആണെന്നാണ്. നമ്മളെ സംബന്ധിച്ച് അതല്ല. അവർ പറയുന്നത് ഓക്സ്ഫോർഡ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും കുടുംബമുണ്ട്. നമ്മൾ പറയുന്ന കുടുംബം ഒരുപക്ഷെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളായിക്കൊള്ളുന്നില്ല. പക്ഷെ അകന്ന ബന്ധുക്കളാവും, ചിലപ്പോൾ സ്നേഹിതന്മാരാകാം. പക്ഷെ കുടുംബമുണ്ട്. നമുക്കൊരു ആപത്ത് നേരിടുമ്പോൾ നമ്മളൊപ്പം നിൽക്കാനും നമ്മളെ പരിചരിക്കാനും നമുക്ക് ആളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ അല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ഹോസ്പീസ് സിംറ്റം കൺട്രോളിനുള്ളതാണ്. രോഗലക്ഷണങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം, വീണ്ടും തിരിച്ചു വരാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. കുടുംബമില്ലാത്ത കുടുംബം ഛിന്ന ഭിന്നമായി പോയിരിക്കുന്ന രാജ്യങ്ങളിലെ പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, അത് സമ്പന്ന രാജ്യങ്ങളാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും നാളത്തെക്കുറിച്ച് അവർ പണം കരുതി വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെയാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രർ താമസിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ആ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായി കിട്ടുമെന്ന് വെച്ചാൽ കിട്ടാനായിട്ട് സർക്കാരിന് ആഗ്രഹം ഉണ്ടാകാൻ തന്നെ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിനുള്ള ചുമതല
വളരെ വലുതാണ്. അതിനിടയിൽ കൂടെ ഒരു കക്ഷി രാഷ്ട്രീയം കൊണ്ടുവരാനോ ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിൻ്റെയോ നിറം നൽകാനോ നമ്മൾ ഒരിക്കലും തുനിയില്ല. അത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പണിയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇന്നലെ ഒരു ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയ ഒരാളെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു അമ്മമാർക്കുള്ളൊരു കേന്ദ്രം നടത്തുന്നുണ്ട്, അച്ഛന്മാർക്ക് ഉള്ളൊരു കേന്ദ്രം നടത്തുന്നുണ്ട്, 2 അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു മതത്തിലെ ആളുകൾ മാത്രമാണോ താമസിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ആർക്കും വരാമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? പല മതക്കാരെ ചേർത്തിരുത്തിക്കൊണ്ട് ഒരു മതത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കുന്നത് ശരിയാണോ? ശരിയല്ല നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ആരെയും എതിർക്കാൻ നമ്മളില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ല, അത് ശരിയല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളൊരു കെയർ ഹോം നടത്തുന്നുണ്ട്, ആഷിസ്. 32 മുറികളുള്ള 12 ഫ്ലാറ്റുകളിലായി 36 മുറികളുള്ള ആഷിസ്. അവിടെ ധാരാളം അമ്മമാരും അച്ഛന്മാരും താമസിക്കുന്നു. അവിടെ നമ്മൾ സ്വന്തം കുടുംബമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതിന്. അപ്പോൾ അവിടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടേതായ പ്രാർത്ഥന അവിടെ ഇല്ല. നമ്മൾ ഓരോ സെൻറ്റർ നടത്തുന്നതും അതേപോലെ തന്നെ ആയിരിക്കും. ഹോസ്പീസിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മളെ ഹോസ്പീസ് നമ്മളത് നമ്മൾ സ്വന്തം കഴിഞ്ഞ 19 വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവം അനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ഹോസ്പീസിനെ കുറിച്ച് പറയുന്നത്. സിംറ്റം കൺട്രോളിന് വേണ്ടി നമ്മൾ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം, വീണ്ടും കൂടുതൽ തോന്നുമെങ്കിൽ തിരിച്ചു വരാം എന്ന രീതിയിൽ. അതിനൊപ്പം തന്നെ നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന ആളുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലോകം വിട്ടു പോകണം. ലോകം വിട്ട് മരിക്കാത്തവരായിട്ട് ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ അന്ത്യദിനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററിൽ നിങ്ങൾ കണ്ടിരുന്നു. നമ്മൾ 50 HDU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് എൻഡ് ഓഫ് ലൈഫ് കെയറിന് വേണ്ടിയാണ്. സാധാരണ ICU എന്ന് പറഞ്ഞാൽ വാർഡാണ്. വാർഡിൽ ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുള്ള ആളുകളെല്ലാം അന്ത്യദിനങ്ങളിൽ അവർ കാണാൻ വേണ്ടി വരുമ്പോൾ കാണാൻ സാധിക്കാറില്ല. കാരണം അവർ ബന്ധു ICUവിലാണ്, പുറത്ത് കാത്തിരിക്കാനേ മാർഗമുള്ളൂ. നമ്മുടെ HDUവിൽ അങ്ങനത്തെ പ്രശ്നമില്ല, ഉണ്ടാവില്ല. കാരണം ഇത് വാർഡല്ല, റൂമാണ്. ICUവിലുള്ള എല്ലാ സൗകര്യങ്ങളും ആ റൂമിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ റൂമാണ്. എന്നുകൊണ്ട് ബന്ധുക്കൾക്ക് കൂടെ താമസിക്കാം, ആഹാരം ഉണ്ടാക്കി കൊടുക്കാം. പാലിയേറ്റീവ് മെഡിസിനിൽ മിക്കവാറും സമയം ഡോക്ടർ ജോസ് അത് പറയും, നമ്മൾ രോഗിയെ ബോധം കെടുത്തുന്നില്ല. ഷാർജയിൽ രവി വിളിച്ചുകൊണ്ട് പോയ ഒരു മീറ്റിങ്ങിൽ, അവിടുത്തെ ലയൺസ് ക്ലബിൻ്റെ മീറ്റിങ്ങിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ് സാറ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ ചിരിച്ചിരിക്കലേ മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ HDUവിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഹോം കെയർ കിട്ടിയോണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഹോം കെയർ നമ്മൾ തുടരും. പക്ഷേ ശ്വാസകോശ അർബുദം പോലുള്ള പ്രയാസങ്ങളും മറ്റെല്ലാം വരുമ്പോൾ വീടുകളിലുള്ള ഹോം കെയർ കൊണ്ട് ഫലം കിട്ടാതെ വരുമ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ICUവിൽ ചെന്നുപെടുകയാണ് സാധാരണ ചെയ്തു വരുന്നത് നമ്മൾ തന്നെ പേഷ്യൻസ്. അത് മിക്കവാറും പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 50 HDU ഉണ്ടാക്കണം. അത് നമുക്ക് 10 കോടി രൂപയുടെ ചിലവുണ്ട്. പക്ഷേ കുറേ പേരെല്ലാം അതിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പായിട്ട് വന്നിട്ടുണ്ട്. 50 ആയിട്ടില്ല, പക്ഷേ കുറച്ചെണ്ണം ആയിട്ടുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു വിഭാഗം ആളുകളാണ് കഴുത്തിന് കീഴെ തളർന്നു കിടക്കുന്ന മംഗളാനന്ദൻ കിടക്കുന്നത് കണ്ടു, ഭാര്യനെ നിങ്ങൾ കണ്ടു. അപ്പോൾ കഴുത്തിന് കീഴെ തളർന്ന ആളുകൾ, അവരെ പരിചരിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്ത് ലോകത്ത് അവൈലബിൾ അല്ല. കാരണം എങ്ങനെയാണ് പരിചരിക്കുക? എത്ര കാലം പരിചരിക്കും? മംഗളാനന്ദൻ 16 വർഷമായി.
16 വർഷമായിട്ടും മംഗളാനന്ദന് ഇപ്പോഴാണ് ചെറിയൊരു മുറിവ് വന്നേക്കുന്നത്. ഇത്രയും കാലം ബെഡ് സോറില്ലാതെ സൂക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാത്രി 2-3 തവണ എഴുന്നേറ്റ് പൂർണ്ണമായും തിരിച്ചു കിടത്തുമായിരുന്നു. ഇതിനേക്കാളും വലിയൊരു സദസ്സിൽ വെച്ച് ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് 1000 പേര് പങ്കെടുത്ത സദസ്സിൽ വെച്ച് മംഗളാനന്ദൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ അവാർഡ് കൊടുത്തു. പണ്ട് രാജാക്കന്മാർ യുദ്ധം ജയിച്ച് വരുന്ന പടത്തലവന്മാർക്ക് നൽകുന്ന ആ അവാർഡ്, വീരശൃംഖല അവാർഡ് നൽകി മംഗളാനന്ദൻ്റെ ഭാര്യയെ നമ്മൾ ആദരിക്കുകയുണ്ടായി. ഇതേപോലുള്ള ആദരവ് നൽകേണ്ട രീതിയിലുള്ള ആളുകൾ ധാരാളമുണ്ട്. ഞാനൊരിക്കൽ കാസർഗോഡ് നമ്മൾ സെൻറ്റർ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 23 തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഓരോ തവണ 2-3 തവണ ദിവസം താമസിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ടത് ചെറിയ വീട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ള മുറിയിൽ ഒരു 20 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പായ വിരിച്ച് അതിന് മേലെ കിടക്കയിട്ട് കുട്ടി കിടക്കുന്നുണ്ട്. ആ കുട്ടിയെ കാണാവുന്ന ദൂരത്തിൽ തന്നെ അവിടെ തന്നെ മുറിയുടെ തന്നെ ഭാഗത്തായിട്ട് കിച്ചൺ, അവിടെ അമ്മ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 2-3 പേര് കയറി ചെന്നപ്പോൾ അച്ഛൻ ആ ചെറിയ പറമ്പിൻ്റെ തന്നെ മൂലയിൽ ചായയും ചോറെല്ലാം ഉണ്ടാക്കി വിറ്റ് അതാണ് ഉപജീവന മാർഗം കുടുംബത്തിന്. അദ്ദേഹം ഓടിക്കൊണ്ടുവന്നു. വീട്ടിൽ ഭാര്യയും മകനും മാത്രമേ ഉള്ളൂ. ആരെ വന്നേക്കെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന രീതിയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതെല്ലാം കേട്ടു നിന്നു. പിന്നെ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, എൻ്റെ മോനെ നിങ്ങൾ കൊണ്ടുപോകുമോ? ഞങ്ങൾ സ്തബ്ധരായി. കാരണം ആ ചോദ്യത്തിന് ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് ഈ വീടും പറമ്പുമാണ്. ഇത് വിറ്റിൻ്റെ പണം നിങ്ങളെ ഏൽപ്പിക്കാം, കൊണ്ടുപോകുമോ? പിന്നെ പറഞ്ഞു, ഞങ്ങളും കൂടെ വരാം. ഞങ്ങൾക്കാവുന്ന പണിയെടുത്ത് ശമ്പളം തരണ്ട, ഞങ്ങൾക്ക് കെടുക്കാനായിട്ട് സ്ഥലം ആഹാരം തന്നാൽ മതി. എൻ്റെ മോനെ നിങ്ങൾ കൊണ്ടുപോകുമോ? ഒരു അച്ഛൻ്റെ ഏറ്റവും ദയനീയമായ ഒരു പറച്ചിലിൽ സ്തബ്ധരായി നിൽക്കാനേ ഞാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് നമുക്ക് അതിനുള്ള വഴി ഒഴുക്കുകയാണ് നമ്മൾ ആൽഫ ഹോസ്പീസ് വഴി. $140 പേരെ ഒരു മുറിയിൽ 2 പേരെന്ന രീതിയിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിങ്ങൾ വരണ്ട, നിങ്ങളവിടെ കഴിയുന്ന സുഖമായി നിങ്ങൾ ജീവിക്കുക, ഇടയ്ക്ക് നിങ്ങൾ കാണാൻ വരിക. അല്ലാതെ ഈ മകന് വേണ്ടി നിങ്ങൾ ജീവിതം ഹോമിക്കേണ്ട കാര്യമില്ല. ജീവിതം ഹോമിക്കുകയാണ് ബന്ധുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ 70 മുറികൾക്ക് 10 ലക്ഷം രൂപ തരുന്ന 70 പേരെ കണ്ടെത്തി പിടിക്കണം. 5-10 പേരായിട്ടുണ്ട്. വരും കാലങ്ങളിൽ ബാക്കിയുള്ളതും ഉണ്ടായിക്കണം. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ നടക്കുന്ന കാര്യങ്ങളാണ്. 70 പേരെ താമസിച്ചാൽ മാത്രം അവർക്ക് ചികിത്സ നൽകണം. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി മുകളിലത്തെ പിന്നത്തെ നിലയിൽ 140 പേരെ ഒരേ സമയത്ത് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ലോകത്ത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ, ഏറ്റവും നല്ല, ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളോടുകൂടി നമ്മൾ 140 പേരെയും നമ്മൾ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി നൽകിക്കൊണ്ട് അവരെ ഏറ്റവും ചെറിയ തിരിയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ബെഡ് സോർ ഉണ്ടാവില്ല. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് വീൽ ചെയർ കയറി എവിടെ വേണേലും പോകാം. അപ്പോൾ അതേപോലുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുള്ളെങ്കിൽ തന്നെയും ചെറുതെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം അവർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടേതായ യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ, ഒന്നിനും ബില്ല് ചെയ്യാതെ, ഒന്നിനും ചാർജ് ഈടാക്കാതെ, അവരുടെ താമസത്തിനാണെങ്കിലും അവരുടെ ചികിത്സയ്ക്കാണെങ്കിലും അവരുടെ ഭക്ഷണത്തിനാണെങ്കിലും അവരുടെ മരുന്നുകൾക്കാണെങ്കിലും ഒരു ഫീസും ഈടാക്കാതെ നമുക്കവരെ പരിചരിക്കാനും അതേപോലെ തന്നെ അവരിൽ ഒരാളായി നിൽക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളിപ്പോൾ ബ്രിക്ക് ആണിപ്പോൾ 10,000 രൂപ നൽകുന്ന 10,000 രൂപ വലിയ തുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ഈ 85 കോടിയിൽ പറഞ്ഞതിൽ 40 കോടിയുടെ ഭൂമിയുടെ വിലയായിട്ടാണ് 45 കോടിയാണ് നമ്മളെ മൊത്തം കാര്യങ്ങൾ.
അതിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 21 ലക്ഷം കോടിയേ വരുന്നുള്ളൂ, ലക്ഷമല്ല 21 കോടിയേ വരുന്നുള്ളൂ. 21 കോടി നമുക്ക് പിന്തുണയായി വന്നിരിക്കുന്ന ഓർഗനൈസേഷൻസ് 14 പേര് 1 കോടി രൂപ വീതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം പ്രതീക്ഷയായത് കൺസ്ട്രക്ഷൻ ഏകദേശം പൂർത്തിയാകും എന്നുള്ള രീതിയിൽ. ഇനി 7 പേരും കൂടി വരും എന്ന് നമ്മൾ കണക്കാക്കുന്നു. ബാക്കി വരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 45 കോടിയിൽ 21 കഴിഞ്ഞാൽ ബാക്കിയുള്ള 10 കോടി രൂപ വരുന്നത് HDU സ്പോൺസർഷിപ്പിൽ കൂടെയും 7 കോടി രൂപ വരുന്നത് 70 റൂമിൻ്റെ സ്പോൺസർഷിപ്പിൽ കൂടെയും അതേപോലെ തന്നെ 3.2 കോടി വരുന്നത് 3 ലക്ഷം രൂപ തന്നുകൊണ്ട് 140 ബെഡുകൾ സ്പോൺസർഷിപ്പിൽ കൂടെയും ബാക്കി വരുന്നതാണ് നിങ്ങൾ ബ്രിക്ക് സ്പോൺസർഷിപ്പായിട്ട് വരുന്നത്. അപ്പോൾ ബ്രിക്ക് നമുക്ക് ധാരാളം വേണം. 32,000 ബ്രിക്ക് വേണമെന്നാണ് ആർക്കിടെക്റ്റ് പറയുന്നത്. നമ്മളിവിടെ ഇപ്പോൾ 3,200 നമ്മളിപ്പോൾ സെയിലിന് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും റൂമുകൾ സ്പോൺസറായി പോകാതിരിക്കുക, ഏതെങ്കിലും HDU സ്പോൺസർഡായി പോകാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ബ്രിക്ക് സെയിലിന് ഇറങ്ങും. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്ന വരെ ഇതാക്കിക്കഴിഞ്ഞാൽ പിന്നെ നടത്തിക്കൊണ്ട് പോകാന്നുള്ളത് വളരെ വലിയൊരു ബാധ്യത തന്നെയാണ്. അതിനും ചില വഴികൾ നമ്മളെ ട്രസ്റ്റിമാരും മറ്റ് ആൽഫ UAE ഓവർസീസ് കൗൺസിലിൻ്റെ പ്രവർത്തകരും എല്ലാം കൂടി ചില പദ്ധതികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അവരത് അനൗൺസ് ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കെന്തായാലും ശരി, നമുക്കത് പിന്നാക്കം നമ്മളില്ല. നമ്മളിത് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. സാന്ത്വന സമന്വയം അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനത്തിനായി അമൃജാക്ഷി അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ഒരു സ്പോൺസർഷിപ്പ് കൈമാറ്റമാണ്. സ്പോൺസർഷിപ്പ് നൽകുന്നതിനായി റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ ശ്രീ KK നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
രണ്ട് വാക്ക് നമ്മളോട് KK നായർ സാറ് സംസാരിക്കും. രണ്ട് വാക്കിൽ തന്നെ നിർത്താം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നൂറുദ്ദീനെ കുറേ കാലമായിട്ട് തന്നെ എനിക്കറിയാം. എൻ്റെ വൈഫ് ഹൗസ് തൃപ്രയാറാണ്. അവിടെ അറിയുന്നവർക്ക് പറയാം, അവിടെ ബ്ലാഹയിലാണ് എൻ്റെ ഫാദറിനോ. ആ ഫാമിലി ഫ്രണ്ട്ഷിപ്പിലും നൂറുദ്ദീൻ്റെ ഫാമിലിയായിട്ടൊക്കെ അവർക്ക് നല്ല ബന്ധമാണുള്ളത്. ആ കെയർ ഓഫിലാണ് എനിക്ക് നൂറുദ്ദീനെ പരിചയപ്പെടാൻ സാധിച്ചത്. സ്വമേധയെ തന്നെ ഞാൻ മാത്രം സുഖിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും എന്നെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കുള്ളത്, നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് ഒരു ഏജൻറ്റ് മാത്രമായിട്ടാണ്. നമ്മൾ ഭൂമിയിൽ വന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഡ്രാമയിലൊരു ആക്ടർ അഭിനയിക്കുന്ന പോലെ ഇവിടെ അഭിനയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുമ്പോൾ പോവുക മാത്രമാണ് നമുക്കുള്ള റോള്. ഇതെൻ്റെ, അതെൻ്റെ, മറ്റവൻ്റെ എന്ന് പറഞ്ഞിട്ട് ഭാഗിക്കാനോ സ്വമേധയെ സ്വന്തമാക്കാനുള്ളതൊന്നും നമുക്ക് ഭഗവാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈശ്വര ഒരു ശക്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചിന്താഗതിയോട് തികച്ചു യോജിക്കുന്ന ഒരാളായിട്ടാണ് നൂറുദ്ദീനെ എനിക്ക് സാധിച്ചത്. അപ്പോൾ എൻ്റെ ഐഡിയോളജി എന്നേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് നിർവഹിക്കാൻ താല്പര്യം കാണിക്കുക എന്നൊരാൾ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അന്ന് മുതൽക്ക് തന്നെ ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്തൊക്കെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് അന്നും ഇന്നും ഇനിയും, ഇപ്പോൾ കൊടുത്ത ഡൊണേഷനൊന്നും അല്ല, അതിൽ കൂടുതൽ എൻ്റെ കയ്യിൽ പൈസ വരുന്നതനുസരിച്ച് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആ മനസ്സിലോട് കൂടിയിട്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരെ, മറ്റുള്ളവർക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു തോന്നലോട് കൂടി നിങ്ങളെ എല്ലാവരും ഈ പ്രസ്ഥാനത്തോട് സഹകരിച്ച് ഹോസ്പേസും കാര്യങ്ങളൊക്കെ പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ. നന്ദി പറയുന്നതിനായി ആൽഫ ഹോസ്പീസ് സെക്രട്ടറി മിസ്റ്റർ റഷീദ് ആതിരയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആൽഫയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ ഉത്ഭവം മുതൽ വർത്തമാനകാലത്തെ പ്രവർത്തനം, ഭാവി പ്രവർത്തനം എല്ലാം ഇവിടെ വളരെ വളരെ സെൻറ്റിമെൻ്റലായി ചെയർമാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി എന്നിൽ അർപ്പിതമായത് ഔപചാരികമായൊരു നന്ദി പ്രകാശിപ്പിക്കലാണ്. ആദ്യമായി ഇതിൻ്റെ എല്ലാമായ, അതായത് പാലിയേറ്റീവ് രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നമ്മുടെ ചെയർമാൻ നൂറുദ്ദീൻ സാർ നമുക്ക് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, ഇന്നിവിടെ സാന്നിധ്യം കൊണ്ടില്ല, താഹിറ നൂറുദ്ദീൻ, ആളിപ്പോൾ ദുബായിലാണ്. മേഡമാണ് ഞങ്ങളെ ഇന്ന് ദിവസേന 80ഓളം ഡയാലിസിസ് ആൽഫയിൽ നടക്കുന്നുണ്ട്. അതിന് പ്രധാന നേതൃത്വം നൽകുന്നത് മേഡം താഹിറ നൂറുദ്ദീനാണ്. അവർക്കും ഞാൻ ആ സാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബാക്കി ഞങ്ങളുടെ ദുബായ് ചാപ്റ്ററിൻ്റെ രവി കണ്ണമ്പള്ളി, ഡയറക്ടർ സുമ വേളക്കാട്, എലൈറ്റ് ഹോസ്പിറ്റൽ MD ഡോക്ടർ KK മോഹൻദാസ്, TS കല്യാൺ ജ്വല്ലറി, ജോയ ലുക്കാസ്, മണപ്പുറം ഗ്രൂപ്പ്, ഒബ്രോൺ മാൾ ഗ്രൂപ്പ്, ആൽഫ ഹോസ്പീസ് ഡയറക്ടേഴ്സ്, ഗവേണിംഗ് കൗൺസിൽസ് മെമ്പേഴ്സ് മിസ്റ്റർ തോംസൺ, മിസ്റ്റർ VJ രാജൻ, മെഡിക്കൽ ഡയറക്ടർ ജോസ് ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ OS വർഗീസ്, കമ്മ്യൂണിറ്റി ഡയറക്ടർ മിസ്റ്റർ സുരേഷ് ശ്രീധർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു പാനിക്കുളം, ട്രഷറർ എൽസമ്മ ജോൺസൺ, മറ്റു ദുബായിൽ നിന്ന് ഹരിദാസ്, ഇവിടെ കിട്ടു സാർ, എൻ്റെ സുഹൃത്തും കൂടിയായ മനോജ് കുറുപ്പ് തുടങ്ങി ഒറ്റവാക്കിൽ ഇവിടെ സന്നിധരായ എല്ലാവരെയും എൻ്റെ പേരിലും ആൽഫയുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൈനോര ഫിലിപ്പൈൻ ടീമിൻ്റെ മ്യൂസിക് പ്രോഗ്രാം നടത്തുന്ന അവരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.